ഹായ് ചങ്ങായിമാരെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. തമ്മിലും ടൈറ്റിലും കണ്ട് വന്ന ആളുകൾ സത്യം പറഞ്ഞാൽ നിങ്ങളോട് വലിയൊരു സോറി പറയാണ്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിൽ ടൈറ്റിലും തമ്മിലും വെക്കേണ്ടി വന്നത്. കുക്കു എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ വീഡിയോ കുക്കു ഇല്ലാത്തതിന് ശേഷം കണ്ടു തുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂസ്, ഇവർക്കൊന്നും കുക്കു ആരാന്ന് വല്ലാതെ അറിയില്ല. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുക്കു ആരാണെന്നുള്ളത്. കുക്കു എൻ്റെ കസിനാണ്. വളരെ ചുരുക്കി പറയുകയാണ്, കുക്കു എൻ്റെ കസിനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്ന മുമ്പൊക്കെ ഓട്ടോറിക്ഷയിൽ ഓട്ടോ ലൈഫായിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു വാൻ എടുത്ത് അത് വാൻ ലൈഫായിട്ട് മാറ്റി. അതിനുശേഷം പിന്നെ ആ ഒരു വാൻ ലൈഫ്, ആ ഒരു യാത്ര കഴിഞ്ഞതിന് ശേഷം, അത് നോർത്ത് ഈസ്റ്റൊക്കെ പോയത്, ആ ഒരു യാത്ര കഴിഞ്ഞതിന് ശേഷം അവൻ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാതെ ഉണ്ടായിട്ടില്ല. ആ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ അവന് വീഡിയോ ചെയ്യാനൊന്നും വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ ആ കുക്കുവിനെ കുറിച്ച് ഞാൻ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ഒതുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കുക്കുവിനെ കുറിച്ച് അങ്ങനെ ഒതുക്കേണ്ട ആളൊന്നല്ല. അവൻ ഈ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേങ്കിൽ അവന് എന്തൊക്കെയായാലും നമ്മൾക്ക് സാമ്പത്തികം, പൈസ, പണം ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. നിങ്ങൾക്ക് അറിയാലോ, അത് ജോലിക്ക് പോയി തന്നെ വേണം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഇതിൽ അതിന് കണ്ടുള്ള വരുമാനം കിട്ടണം. ഞങ്ങൾക്ക് അത്ര കണ്ട് വരുമാനം യൂട്യൂബിൽ നിന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് യാത്ര പോകാൻ തന്നെ ആ ഒരു പൈസ തികയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവന് മറ്റൊരു ജോലി തിരഞ്ഞെടുക്കാനുള്ള കാരണമൊക്കെ ഉണ്ടായത്. അതിലിപ്പോൾ നമുക്ക് അവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. ദയവേദി നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. പക്ഷെ അധികം ലാഗ് അടിപ്പിക്കാതെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് താഴെയായിട്ട്, അതായത് ഒരു 10-20 വീഡിയോകൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ട്, ബാക്കിലെ 10-20 വീഡിയോ തൊട്ട് ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വരെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ വരെ ഉണ്ടായിട്ടുണ്ടാവും, തൊട്ട് വരുന്ന കമൻറ്റുകളാണ് കുക്കു യു കെയിലാണ്, കുക്കു അമേരിക്കയിലാണ്, കുക്കു ലണ്ടനിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതേ അല്ല. കാരണം ഒരു കമൻറ്റിൻ്റെ പേരും പറഞ്ഞ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരാവശ്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേങ്കിൽ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഒഴിവാക്കിയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു പോയിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒത്തിരി പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരൊറ്റ ഇത് ഞാൻ ഒരുപാടൊന്നും വെക്കുന്നില്ല, ഒരാളത് വെക്കാം. ഇപ്പോൾ സുകുമാരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എഴുതിയിട്ടുള്ളൊരു കമൻറ്റാണ്: കുക്കുവിനെ എന്തിനാണ് കളിയാക്കുന്നത്? ഒരു ജോലി പുറത്ത് കിട്ടിയതിന് ആണോ? യു കെ വരെ അവൻ എത്തിയെങ്കിൽ അവൻ്റെ മിടുക്കാണ്. കീപ് ഗോയിങ് കുക്കു, സന്തോഷമായിരിക്കും കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ. അതായത് കുക്കു കമന്റ് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. അദ്ദേഹം ഇതിൻ്റെ മുമ്പ് ഞാൻ തമിഴ്നാട് യാത്ര പോയിരുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് എഴുതിയിട്ടുള്ള ഒരു കമൻറ്റ്, ഓട്ടോ ലൈഫ് ചെയ്തിരുന്ന അന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കമൻറ്റാണിത്. ഞാൻ രണ്ടും പാടെ താരതമ്യം ചെയ്തിട്ടാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണെന്ന് പറയാം കേട്ടോ. തമിഴ്നാടാണ്, എല്ലാവരും ഉണ്ട്, ചീത്തവരും ഉണ്ട്, ലോക്കൽസും ഉണ്ട്, ശ്രദ്ധിക്കുക മുത്തേന്ന് പറഞ്ഞിട്ട് നല്ല 2 ഹാർട്ട് ഇട്ടിട്ട് ആ സ്റ്റിക്കർ ഇട്ടിട്ട് അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ എഴുതിയുള്ളതാണ്: നീയായിട്ട് വ്യൂസ് കളഞ്ഞു, ട്രിപ്പ് വ്ലോഗ് തന്നെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒത്തിരി കമൻറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഒത്തിരി പേര് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് ഉറപ്പാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഒത്തിരി പേരാണ് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നുള്ളത് സംശയമല്ല. അപ്പോൾ ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത്, ഇതിനൊരു തുടക്കക്കാരൻ ഉണ്ടാവുമല്ലോ, അത് ഈ പറയുന്ന പ്രൊഫൈലാണ്. നിച്ചൂസ് വ്ലോഗ് എന്ന് പറയണ നിച്ചു എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈലിൽ എഴുതിയിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒത്തിരി കമൻറ്റ് ഉണ്ട്, എല്ലാം പാടെ നിങ്ങൾ ഇവിടെ വെക്കണ്ട. ഓരോ വീഡിയോൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഒറ്റ കമൻറ്റ് പോലും റിമൂവ് ചെയ്യാറില്ല. എല്ലാ കമൻറ്റ് ആരെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് അവിടെ തന്നെ വെക്കാറാണ്. ഞാൻ അതുമേ തൊടാറില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ വന്നിട്ടുള്ള ഒറ്റ കമൻറ്റിന് റീപ്ലൈയോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് കളിയാക്കലാണ്. അത് തന്നെയാണ്, കളിയാക്കൽ, അതിൽ വേറെ ഒന്നുമില്ല. ഈ ഒരു കമൻറ്റ് നോക്കിക്കോളൂ നിങ്ങൾ: അമേരിക്കയിൽ നിന്നും തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾക്ക് ഓണം ആഘോഷിക്കാൻ ഓണക്കോടി എടുക്കാൻ കാശ് അയച്ചു കൊടുത്ത കുക്കു. ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വില എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ചിലർ പൈസ കിട്ടിയാൽ ഫ്രണ്ട്സിനെ മറക്കും, അഹങ്കാരം കൂടും. പക്ഷേ കുക്കുവിന് ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിട്ടും സ്നേഹം കൂടുകയല്ലാതെ കുറയുന്നില്ല. മനസ്സിലായോ? ഇതൊരു കമൻറ്റാണ് നിച്ചുവിൻ്റെ. അതിൻ്റെ താഴെ ഷാലു ജോസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എന്തോന്നാണ് ഈ പറയുന്നത്? കുക്കു യു കെയിലാണ്. അതിൻ്റെ താഴെ മജീദ് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൽ നിന്ന്, മജീദ് എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്: നീ ദിവസവും കുക്കു യു കെ എന്ന് പറയുന്നു, ആ പാവത്തിനെ കളിയാക്കുകയാണ്. ആണ് മജീക, അവനെ കളിയാക്കുകയാണ്. അതിൻ്റെ താഴെ നിച്ചു വീണ്ടും ഒരു കമൻറ്റ് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്: ഒരു മാസത്തിൽ 15 ദിവസം യു കെയിലും 15 ദിവസം അമേരിക്കയിലും ന്യൂയോർക്കിലും ആണ് എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേര് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിലേറെ ഇത് അവനെ കളിയാക്കുന്നതാണ്. എന്തിനാണ് നിങ്ങൾ കളിയാക്കുന്നത്? നിങ്ങൾ അവനെയാണ് കളിയാക്കുന്നത്, എന്നെയാണ് കളിയാക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അത് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ശല്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഇതിൽ എന്താണ് എനിക്ക് മനസ്സിലാവണില്ല സത്യത്തിൽ. എന്തൊക്കെയായാലും എനിക്ക്
ഞാൻ തന്നെ ഇത് കുറേയൊക്കെ ആയി എന്താ അത് മൈൻഡ് ചെയ്യേണ്ടെന്ന് കരുതും. പിന്നെ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇതൊരു വീഡിയോയിൽ പറയാന്നുള്ളത്. അപ്പം ഞാൻ കരുതി അങ്ങനെ ഒരു വീഡിയോയിൽ പറയണ്ട, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്നാൽ പിന്നെ ഇതുപോലെ ടൈറ്റിലും തംബ്നെയിലും വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആളുകളും അറിഞ്ഞുകൊള്ളും അവനെക്കുറിച്ച് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം അവൻ എവിടെയാണെന്നുള്ളത് ചോദിച്ചാൽ നാട്ടിൽ വണ്ടൂരാണ് എൻ്റെ സ്ഥലം. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് എൻ്റെ സ്ഥലം. വണ്ടൂരിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് വാണിയമ്പലം. വാണിയമ്പലത്തിൻ്റെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പാണ് തച്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലം. കൂരാട്ടിക്കൊക്കെ പോകണം, കാളികാവ് ഭാഗത്തേക്കൊക്കെ പോകണം. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഹോട്ടലിൽ അവന് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല, അവന് ഹാപ്പിയാണ്. ഏതാണ്ട് അവന് ഹോട്ടലിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായിട്ടുണ്ടാവും. കാരണം ഞാൻ അവനും ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ട് അവൻ ഈ ഒരു ചാനലിൽ നിന്നും ഈ ഒരു വീഡിയോ ചെയ്യാനില്ല എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോയിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളമായി. കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരിയിലാണ് ലാസ്റ്റായിട്ട് നോർത്ത് ഈസ്റ്റ് യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഞാനും അവനും പാടെ വാനിൽ ഞങ്ങളൊരു ക്യാമ്പിങ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അവന് വീഡിയോ ഒക്കെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. ഇനി ചെക്ക് ചെയ്ത് നോക്കണം. പക്ഷേ എങ്കിൽ ചില വീഡിയോകളിലൊക്കെ അവനെ ഞാൻ കാണിച്ചിട്ടുണ്ട്, കാണിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ അവൻ വീട്ടിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഞാൻ അവനെ വഴിയിൽ എവിടെന്നെങ്കിലും കാണുമ്പോഴോ ഒക്കെ ആയിട്ട് ഞാൻ അവനെ കിട്ടുന്നത് പോലെ ഞാൻ ചില സമയങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ പറയണേ. അല്ലാതെ പൂർണ്ണമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കട്ടക്ക് നിന്ന് വീഡിയോ ചെയ്തിരുന്ന ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 1.5 വർഷമായി. ഇത്രയും വർഷം, ഈ 1.5 വർഷ ഗ്യാപ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം പോലും ആ ചെക്കൻ ലീവ് എടുക്കില്ല. അറിയോ? ഇപ്പോൾ അവൻ്റെ കടയിൽ ഏതോ ഒരു സ്റ്റാഫ് ഇല്ലയെന്നും പറഞ്ഞിട്ട് അവന് വീട്ടിലേക്ക് പോലും പോവാതെ, ഇപ്പോൾ അവൻ്റെ അമ്മനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് എന്നോട് 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു വട്ടമൊക്കെ വരും, പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് പോവുകയും ചെയ്യും എന്നാണ് അമ്മ പറഞ്ഞത്. മനസ്സിലായില്ലേ? കാരണം അവൻ തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ കടയിൽ വേറെ സ്റ്റാഫില്ല. അപ്പോൾ അവൻ അവിടെ നിൽക്കൽ നിർബന്ധമാണ്. അവൻ കടയിൽ തന്നെ നിൽക്കലാ, വീട്ടിലേക്ക് പോലും വരാറില്ല. മനസ്സിലായോ? അവൻ കടയിൽ തന്നെ നിൽക്കലാ. പിന്നെ അവൻ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. കാരണം ഒരാഴ്ചയിൽ 7 ദിവസം, ഈ 7 ദിവസം ഒരു മനുഷ്യന് ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ജോലി ചെയ്യുന്നതിന് അവന് മടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി അവൻ ഇട്ടെറിഞ്ഞ് പോരും. അപ്പോൾ പോരേണ്ട സമയം കഴിഞ്ഞു. കാരണം 1.5 വർഷത്തിലേറെ ഇപ്പോൾ അവൻ അവിടെ നിൽക്കുന്നു. അവന് ഓക്കെയാണ്. നിങ്ങൾ എന്തിനാണ് പിന്നെ അവനെങ്ങനെ കളിയാക്കുന്നത് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്? അവനുള്ളപ്പോഴാണ് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു രസമുണ്ട്. ഇതിപ്പോൾ അവനില്ല, എന്നിട്ട് പിന്നെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴേക്ക് എനിക്കിതിൽ വലിയ കോമഡി എന്ന് തോന്നുള്ളൂ. ഫസ്റ്റ് എനിക്ക് ഈ സലാമെന്ന് എഴുതുമ്പോൾ നിച്ചു എഴുതിയിരുന്ന കമൻറ്റുകൾ എനിക്ക് ഫസ്റ്റൊക്കെ ഒരു കോമഡി ഉണ്ടായിരുന്നു. എന്തൊക്കെയല്ല പോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഒത്തിരി പേരാണ് അവനെ ചുവട് പിടിച്ചുകൊണ്ട് കമൻറ്റ് എഴുതുന്നത്. അപ്പോൾ അതിൽ ഞാൻ എടുത്തു പറയേണ്ട ആളുകൾ എന്ന് പറയുമ്പോഴേക്ക് എന്താ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി കുക്കുവിനെ ഇന്നലെ ന്യൂയോർക്ക് സിറ്റി ട്രാൻസ് പാർക്കിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കമൻറ്റ്. അതുപോലത്തെ ആനന്ദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റ്. പിന്നെ ഒത്തിരി പേര് അറിയുന്നില്ല അവനെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡ്രൂഡ് എന്ന് പറയുന്ന അത് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഈ എഴുതിയ ആളുകൾ തന്നെ എഴുതുന്നത്. പിന്നെ മാത്യു എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റ്. അപ്പോൾ ഇവരൊക്കെ ഈ സലാമിനെ ചൂട് പിടിച്ചുകൊണ്ട് ഒത്തിരി പേരാണ് ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞ് കമൻറ്റ് എഴുതുന്നത്. എന്താണ് എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ കുക്കുവിനെ കളിയാക്കാനാണോ, അത് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനാണോ, എന്നെ കളിയാക്കാനാണോ? ഇതിലെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് എന്ത് ആനന്ദം നമുക്ക് കിട്ടുന്നതെന്ന് അറിയില്ല. നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർത്തുമൊന്നും വേണ്ട, ഇത് കണ്ടിന്യൂ ചെയ്തോളൂ. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര പോകാൻ ഞാൻ ബുക്കും പോയെന്ന് അന്ന് നിരന്തരം വന്നിരുന്നൊരു കമൻറ്റാണ് സലാമിൻ്റെത്. വല്ലാത്തൊരു ശല്യമായിരുന്ന ഒരു കമൻറ്റ്. അന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അതുപോലെ തന്നെ വാരണാസിയിലേക്ക് ഞാനും കുക്കും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന ആ ഒരു സമയത്ത് ആ ഒരു യാത്ര എൻ്റെ മൊബൈലൊക്കെ നഷ്ടപ്പെടുന്നത്. ആ യാത്ര ചെയ്ത സമയത്ത് വാരണാസി എത്തുന്നത് വരെ ഒരുത്തൻ്റെ വേറൊരു കമൻ്റായിരുന്നു. അതായത് 5000 രൂപ കടം വാങ്ങി, 10000 രൂപ കടം വാങ്ങി എന്നുള്ളത്. ഇതൊക്കെ ഈ നിച്ചു ആയാലും ഈ 10000 5000 കമൻറ്റ് എഴുതിയ ആ ഒരു വ്യക്തി ആയാലും അതുപോലെ തന്നെ സലാമായാലും ഇതൊക്കെ ഒരൊറ്റ വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഒക്കെ ഒരൊറ്റ പാർട്ടിയാണ്. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് അവിടെ എഴുതിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് കോപ്പി ചെയ്തിടും. എന്നിട്ട് അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ, വീഡിയോ കാണുന്നില്ല, വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ ഇതാടും. എന്താ പറയുക, അവൻ്റെ പണി തീർന്നു. അവൻ വീഡിയോ കാണലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താം. അതുപോലെ തന്നെ ക്യാമ്പിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വിമർശിക്കാം, എന്തും ചെയ്യാം. പക്ഷേങ്കിൽ അത് ആ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതോ ഒക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞോളൂ, ഇത് വീഡിയോ ഇപ്പോൾ ചെയ്യാനില്ല, അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള തെറ്റാണ് അപ്പോൾ അവൻ ചെയ്തത്.
അപ്പോൾ ദയവേത് എല്ലാവരും മനസ്സിലാക്കുക, അത്തരം കമൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കരുത്, അത്തരം കമൻറ്റുകൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണിത്, അല്ലാതെ വേറെ ഒരു സംഭവമൊന്നുമല്ല. കാരണം നിങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യൽ നിർബന്ധമായി വന്നതാണ് എനിക്ക്, മനസ്സിലായില്ലേ? ഞാൻ മുമ്പ് സലാമിൻ്റെ ഈ കമൻറ്റുകൾക്കൊന്ന് യാത്ര ചെയ്തെന്ന് അന്നൊന്നും ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്തിട്ടില്ല. അന്നൊക്കെ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ അത് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കുക്കുവിനെ ഞാൻ കാണുന്നതാണെങ്കിൽ, ഇന്ന് കാണുന്നതാണെങ്കിൽ, അവനിന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുന്നാണെങ്കിൽ കുക്കു ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ ഉണ്ടാവും. ഇല്ലന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ആ ഒരു വീഡിയോയിൽ എന്താണ് കമൻറ്റ് ബോക്സ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നാൽ ഓക്കെ, ബൈ.